നമ്മുടെ ചുറ്റിലും PFIയുടെ സ്ലീപ്പർ സെല്ലുകൾ ഉണ്ടായിരുന്നു. എത്രത്തോളം വളരെ സ്ട്രക്ചേർഡായിട്ട് പ്രൊഫഷണലായിട്ടാണ് നമ്മുടെ ഇടയിൽ കേരളത്തിൽ ഇവർ ഈ ഭീകരപ്രവർത്തനം ഏകോപിപ്പിച്ചത്, ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യുവാൻ വേണ്ടി. അത്തരത്തിൽ നാം ചിന്തിച്ചു നോക്കുമ്പോൾ കൃത്യമായിട്ടൊരു പൊളിറ്റിക്കൽ സപ്പോർട്ട് കിട്ടാതെ ഈ 2006 മുതൽ 2022 വരെ ഇവർക്ക് ഇത്തരത്തിൽ കേരളത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കുമായിരുന്നു. അക്ഷരാർത്ഥത്തിൽ നാം പറയുകയാണെങ്കിൽ ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ അല്ലെങ്കിൽ പ്രീണന രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രതിഫലനമായിരുന്നില്ലേ ഈ PFIയുടെ കേരളത്തിലെ വളർച്ച? എനിക്ക് തോന്നുന്നു നമ്മളെ ഈ ഓർഗനൈസേഷണൽ സെറ്റപ്പ് അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത രീതി ഇത് രണ്ടും PFIക്ക് എങ്ങനെ കിട്ടിയെന്ന് നോക്കുമ്പോൾ വളരെ നിസ്സാരമാണ്. എന്ന് വെച്ചാൽ ഇസ്ലാമിക രാജ്യങ്ങളിൽ ഏത് രീതിയിലാണോ ഇവർ വളരുന്നത്, ഏത് രീതിയിലാണോ ഇവർ ഓർഗനൈസ് ചെയ്യുന്നത്, ഏത് രീതിയിലാണോ പൊളിറ്റിക്കൽ ഇസ്ലാം അവിടെ പവർ പിടിച്ചെടുക്കുന്നത്, അതേ രീതിയും അതേ സ്ട്രക്ചറും തന്നെയാണ് ഇവർ ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തേക്കുന്നത്. ഒരു വ്യത്യാസം അത് നമ്മുടെ ഒരു ഇൻഡിജിനസ് ആയ രീതിയിലേക്ക് ഇച്ചിരിയും കൂടെ ഒരു ഇൻ്റഗ്രേറ്റ് ചെയ്ത് അവരത് ചെയ്തു എന്നേ ഉള്ളൂ. പക്ഷേ ഈ സെറ്റപ്പ് മൊത്തം വളരെ കൃത്യമായിട്ടും അവരാ ചെയ്തേക്കുന്ന കാര്യങ്ങളെല്ലാം ഇസ്ലാമിക രാജ്യങ്ങളിൽ ഇവരെങ്ങനെ ചെയ്തോ അങ്ങനെ തന്നെയാണ് ഇവർ ചെയ്തേക്കുന്നത്.